ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഹമാസ് തൽപര കക്ഷികളുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇസ്രായേൽ ഒരു മാസീവായിട്ടുള്ള ഓപ്പറേഷൻ വീണ്ടും ഈ ഓപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഷിൻബറ്റാണ്. ഷിൻബറ്റ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ദോഹയിലാണ്. ഖത്തറിൻ്റെ ഉള്ളിൽ തന്നെ ചെന്ന് ഹമാസിൻ്റെ ലീഡേഴ്സ് താമസിച്ചിരുന്ന സ്ഥലത്ത് കയറി അടിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഹമാസിന് തലപ്പത്തിരിക്കുന്ന എല്ലാ ലീഡേഴ്സും, ഇതിൽ 4 പേരുടെ പേരാണ് സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ 4 പേരും എപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരാണ്. അതായത് ഈ ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഇവരാണ് ശരിക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ. ഇവരോടൊപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരും കൂടി ഉണ്ട്, പക്ഷെ അവരുടെ പേരൊന്നും വ്യക്തമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമ്മളിത് ആലോചിച്ച് നോക്കേണ്ടത്, ഇസ്രായേൽ നടത്തുന്ന ഇതുപോലത്തെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പക്കാ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഓപ്പറേഷൻസ് ആണ്. അതായത് ഇതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ ഖത്തറിലെ ദോഹയിൽ നടത്തിയ ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ പറയപ്പെടുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 4-ാം തീയതി, സെപ്റ്റംബർ 4-ാം തീയതി ഒരു മീറ്റിംഗ് ദോഹയിൽ വെച്ച് തന്നെ നടക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ഇറാൻ്റെ അബ്ബാസ് അരക്ചി ഫോറിൻ മിനിസ്റ്റർ ഒരു ടീമുമായിട്ട് ദോഹയിലുള്ള ഈ ഹമാസിൻ്റെ നേതാക്കളുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച നടക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഷിൻബറ്റ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ട് മൊസാദും ഷിൻബറ്റും ട്രാക്ക് ചെയ്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഇറാൻ്റെ ഉള്ളിലുള്ള ഇവരുമായിട്ട് ലാസ്റ്റ് മീറ്റിംഗ് നടത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അബ്ബാസ് അരക്ചിയാണ്, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ. ശരിക്കും ഇറാൻ്റെ ഉള്ളിലെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഇസ്രായേലിന് വേണ്ടപ്പെട്ട ആൾക്കാർ പണിയെടുക്കുന്നു എന്നുള്ളത് ഒരു ഹൈലി ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇറാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഷിൻബറ്റ് അല്ലെങ്കിൽ അഥവാ മൊസാദ് ചെന്ന് കൃത്യമായിട്ട് അവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പം നടത്തിയെന്ന് പറഞ്ഞാൽ, തുടരെ താക്കീത് കൊടുത്തുകൊണ്ടേയിരുന്നു, തുടരെ വാണിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇന്നലെ ശരിക്കും സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിലെത്തി ഈ ഒരു മീഡിയേഷൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഖത്തറാണെങ്കിൽ കുറേ നാൾ കൊണ്ട് എനിക്ക് ഈ മീഡിയേഷനിൽ താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ സമ്മതിച്ച്, അത് എങ്ങനെ സമ്മതിച്ചു എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഖത്തർ ഇത്രയും നാളും പിന്തിരിച്ചു നിന്നു, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി. ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളതൊക്കെ പിന്നീട് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ദോഹയിലേക്ക് വരേണ്ടിയിരുന്ന സ്റ്റീവ് വിറ്റ്കോഫ് നേരെ ഈജിപ്തിലേക്ക് പോവാണ്. ഈജിപ്തിൽ പോയിട്ട് അവിടെ ഒരു ചെറിയ ചർച്ച നടത്തുന്നുണ്ട്. അപ്പം അവിടെ നിന്നും നേരെ ദോഹയിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലാണ് ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെല്ലാവരും അവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ സമയം താമസിച്ചുകൊണ്ടേയിരിക്കുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് എത്തുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നു എപ്പോൾ എത്തും എന്നുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ, നമ്മളിപ്പോൾ എത്തും എന്നുള്ള നിലയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മിസൈൽ വന്ന് പതിക്കുന്നത്. ഞാനിവിടെ ഫുട്ടേജൊക്കെ വെക്കുന്നുണ്ട്. ഈ ഫുട്ടേജ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഇമേജ് ദോഹയിൽ ഈ മീറ്റിംഗ് നടക്കുന്ന സ്പോട്ടിൽ നടന്ന ആക്രമണമാണ്. ആദ്യം എല്ലാവരും കരുതിയത് ഇത് തറയിൽ എന്തോ ബോംബ് വെച്ച് പൊട്ടിക്കുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇസ്രായേൽ അതിനെ കൺഫേം ചെയ്തിരിക്കുന്നത് തറയിൽ ബോംബ് വെച്ച് പൊട്ടിച്ചതല്ല, ഇത് എയർ സ്ട്രൈക്ക് ആണെന്നാണ് ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ചോണം, ഇസ്രായേലിൻ്റെ എയർ സ്പേസ് എത്രമാത്രം വിശാലമായി കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറി അവിടെ 1200 പേരെ കൊലപ്പെടുത്തുകയും വീണ്ടും ബന്ദികളായിട്ട് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ആ വീഡിയോ അവിടെ വലിയൊരു സ്ക്രീനിൽ ഈ ഹമാസ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ആക്രമിച്ച് കയറിയ ആ ഫുട്ടേജ് ഇട്ട് കണ്ടിട്ട് ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് നടത്തുന്ന ആൾക്കാരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുട്ടേജ് ഞാൻ താഴെ വെക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾ കണ്ടോളൂ. അത് കഴിഞ്ഞ പാടെ അതിനെ ഓർത്തുകൊണ്ട് അതിനെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് ഇവർ ഒരു പ്രാർത്ഥനയും കൂടെ അവിടെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഷിൻബറ്റ് വളരെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ തികച്ചും ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. ഈ ഓപ്പറേഷൻ നടത്തിയ സമയത്ത് 3 രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ ആകാശത്തുണ്ടായിരുന്നു. ഖത്തറിൻ്റെ എയർ സ്പേസിൽ അത് 1 അമേരിക്കൻ വിമാനം, 2 ബ്രിട്ടൻ്റെ വിമാനം, 3 ഖത്തറിൻ്റെ തന്നെ വിമാനം. ഇപ്പോൾ ഖത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മേലാൽ ഞാൻ മീഡിയേഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിലെല്ലാം കോമഡി. ഖത്തർ പറയുന്നത് ഞാൻ ഇനി മീഡിയേഷൻ ഇല്ല, ഈ മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് എന്നെ വിളിക്കരുത്. ഇനി മീഡിയേഷൻ നടത്താൻ ഇനി ആരാണുള്ളത്? ഈ മീഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണല്ലോ ഇപ്പം ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിക്കുന്ന ഈ 4 പിക്ചറിൽ വെച്ചിരിക്കുന്ന ഈ 4 നേതാക്കളും എലിമിനേറ്റഡ് ആണ്. ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ ഖലീൽ യഹിയ, ഖാലിദ് മെഷാൽ, സാഹിർ ജബ്രേൻ, നിസാർ അവദല്ല. ഈ 4 പേരും ടോപ്പ് ഹെഡാണ്, സീനിയർ മോസ്റ്റ് ഹെഡാണ്. ഇപ്പം ഇവരോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് അബു ഉബൈദ. അബു ഉബൈദയെക്കുറിച്ച് യാതൊരു വിവരമോ ഒരു പ്രസ്താവനയും ഹമാസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇസ്രായേൽ അബു ഉബൈദ എലിമിനേറ്റഡ് എന്നുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അൽ ജസീറയുടെ ഫൂട്ടേജ് സഹിതം എടുത്ത് വെളിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ
ഖത്തറിന് എന്താണ് റോള്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഖത്തറിനെ വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പറ്റത്തില്ലയോ എന്നുള്ളത് ഹമാസ് തീരുമാനിക്കേണ്ട വിഷയമാണ്. അതിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റുള്ള തൽപര കക്ഷികൾക്കോ ഒന്നും അതിനെക്കുറിച്ചുള്ള യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഖത്തർ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. ശരിക്കും ഖത്തർ പറയുന്നത് ഞങ്ങളെ ഇനി മീഡിയേഷനിൽ വിളിക്കരുത്, കാരണം നിങ്ങൾ ഞങ്ങളെ മീഡിയേഷൻ എന്നുള്ള പേരിൽ വലിച്ചിഴച്ച് ഈ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ നടത്താനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടില്ലായിരുന്നു എന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഖത്തറിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. കാരണം ഖത്തറിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഹമാസിന്റെ നേതാക്കളെ അവിടെ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മാർഗം സ്വീകരിക്കുമെന്നുള്ളൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഖത്തർ ഇത്രയും നാളും അവർക്ക് അവിടെ സംരക്ഷണം ഒരുക്കിയത്. പക്ഷെ അതിപ്പം അവസാനം പണി പാളിയിരിക്കുകയാണ്. ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിതിലിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഹമാസ് നേതാക്കളും ഇസ്രായേലും ഈ ബന്ദിമോചന ചർച്ചയ്ക്ക് പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലങ്ങളാണ്, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പോകാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മെജോറിറ്റി ചർച്ചകളുടെ സ്പോട്ട് ഒരു ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രഖ്യാപിക്കുന്നത്. ശരിക്കും അത് വളരെ സീക്രട്ടായിട്ട് കോൺഫിഡൻഷ്യലായിട്ട് ആൾക്കാർ കൊണ്ടുപോയി ഇരുത്തി സംസാരിക്കുന്ന സ്ഥലമാണ്. ഈ രീതിയിലുള്ള സീക്രട്ട് സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കണ്ടെത്തി ഇസ്രായേൽ അവരുടെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ദോഹയിലെ ഹമാസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടി ഇസ്രായേൽ അടിച്ചു തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ട്രംപ് ഇസ്രായേലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ട്രംപ് ചില സമയത്ത് ചില ആക്ഷൻസ് എടുക്കും, അത് വളരെ നിർണായകമായിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇതുപോലെ തന്നെയാണ് ബാഗ്ദാദിക്ക് എതിരെ നടത്തിയ ഒരു അറ്റാക്ക് ഇറാഖിൽ വെച്ചിട്ട്, നീറ്റായിട്ട് ഡ്രോൺ കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്ത് പുള്ളിയെ തകർത്തെറിഞ്ഞ ആ ഒരു വിഷയം. ഇതുപോലെ ട്രംപ് നടത്തിയ പല സിഗ്നിഫിക്കൻ്റ് ഓപ്പറേഷൻ, ചെറിയ ചെറിയ ഓപ്പറേഷൻസ്, ഇതേ സെയിം ഓപ്പറേഷനാണ് ഇറാന്റെ മേലിൽ നടത്തിയതും. അതായത് പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഒന്നും ചെയ്യില്ല എന്ന്. ഇപ്പൊ ഹമാസിനൊക്കെ ധാരാളം ടൈം കൊടുത്താണ്. ട്രംപ് വന്ന് കസേരയിൽ ഇരുന്ന നേരം തൊട്ട് ഹമാസിന് ടൈം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കത്തിച്ചു കളയും, നരകത്തിലേക്ക് അയച്ചു കളയും, ഇങ്ങനെയൊക്കെ പല പല സ്റ്റേറ്റ്മെന്റുകൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം സഹികെട്ട് പൊറുതി മുട്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫർദറായിട്ട് ഗാസയ്ക്കുള്ളിൽ പല രീതിയിലുള്ള പദ്ധതികൾക്കും തുടക്കം കുറിക്കുകയാണ് ഇസ്രായേൽ. ഇനി ശരിക്കും പറഞ്ഞാൽ ഹമാസിന് ലീഡർഷിപ്പ് ഇല്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഹമാസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം കേട്ട് അമ്പരന്നിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഇവരെ നിയന്ത്രിച്ചിരുന്ന, ഇവരുടെ പണത്തിന്റെ സോഴ്സ്, ഇവരെ കൺട്രോൾ ചെയ്തിരുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ ഗാസയ്ക്കുള്ളിൽ കിടക്കുന്ന ഹമാസ് പോരാളികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ്, ദിവസക്കൂലിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ രീതിയിൽ ഖത്തറിലും തുർക്കിയിലും അവിടെയൊക്കെ താമസിക്കുന്ന ഈ രീതിയിലുള്ള ഹമാസ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ എലൈറ്റ് ക്ലാസ് ഹമാസ് മെമ്പേഴ്സ് ആണ്, എലൈറ്റ് ക്ലാസ്. അപ്പൊ എലൈറ്റ് ക്ലാസ്സിനെ തന്നെയാണ്, ആ എലൈറ്റ് ക്ലാസ് ഹമാസ് മെമ്പേഴ്സിനെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് കൊടുക്കുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. കാരണം ഇവന്മാരുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഹമാസിന്റെ പ്രശ്നം ഗാസയിൽ നിന്ന് ഒഴിവാവില്ല. കാരണം ഇവന്മാരാണ് തീരുമാനം എടുക്കുന്നത്. ഇവന്മാർ തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷേ ഇപ്പൊ ചെയ്തൊരു പ്രവൃത്തി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത് ക്ലിയർ കട്ട് എലിമിനേഷൻ ആണ്. ഇത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ഹമാസിന്റെ സൈഡിൽ നിന്ന് ഇനി പ്രസ്താവന ഇറക്കാൻ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇസ്രായേൽ ഇതിനെ കൺഫേം ചെയ്തിട്ടുണ്ട്, ഞങ്ങളാണ് ചെയ്തത് എന്നുള്ളതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ ദോഹ, ഖത്തർ ഇതിനകത്ത് കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഹമാസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇസ്രായേലിനുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഈ ഒരു വിഷയത്തിൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ട റീലൊക്കേഷനായിട്ട് 8 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പുറം രാജ്യത്താണോ ഇല്ലെങ്കിൽ ഗാസയുടെ തൊട്ട് പുറത്ത് റഫ ബോർഡറിന്റെ ആ സൈഡിലാണോ എന്നുള്ളതൊക്കെ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പുറത്തു വരും. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഈ ഹമാസ് നേതാക്കളെ ചുറ്റിപ്പറ്റി നിന്ന് തീരുമാനം എടുക്കണ്ട. ഇനി ശരിക്കും സൗദി അറേബ്യയ്ക്കും ഇനി UAE-ക്കും ഈജിപ്തിനും ഖത്തറിനൊക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. This morning, the Trump administration was notified by the United States military that as Israel was attacking Hamas, which very unfortunately was located in a section of Doha, the capital of Qatar. Unilaterally bombing inside Qatar, a sovereign nation and close ally of the United States that is working very hard and bravely taking risks with us to broker peace, does not advance Israel or America's goals. However, eliminating Hamas, who have profited off the misery of those living in Gaza, is a worthy goal. President Trump immediately directed Special Envoy Witkoff to inform the Qataris of the impending attack, which he did. The president views Qatar as a strong ally and friend of the United States and feels very badly about the location of this attack. President Trump wants all of the hostages in Gaza and the bodies of the dead released, and this war to end now. President Trump also spoke to Prime Minister Netanyahu after the attack.
The Prime Minister told President Trump that he wants to make peace, and quickly. President Trump believes this unfortunate incident could serve as an opportunity for peace. The president also spoke to the Emir and Prime Minister of Qatar and thanked them for their support and friendship to our country. He assured them that such a thing will not happen again on their soil. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.